ഈശോയിൽ സ്നേഹമുള്ളവരെ, 2-3 ദിവസമായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാറേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാവരോടും വ്യക്തമായിട്ട് ഞാൻ പറയാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ 1-2 തെറ്റുകൾ ചെയ്തു. ഞാൻ മദ്യപിക്കുമായിരുന്നു. പ്രാർത്ഥന ചൊല്ലുന്ന ദിവസങ്ങളൊക്കെ ഞാൻ മദ്യപിക്കുമായിരുന്നു, അതുപോലെ പുകവലിക്കുമായിരുന്നു. നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. പ്രാർത്ഥന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമ്മൾ മാപ്പപേക്ഷിച്ച് എളിമപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തെറ്റിലൂടെ സഞ്ചരിച്ചാൽ അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ? ജോയൽ പ്രവാചകൻ 1:5 പറയുന്നുണ്ട്, മദ്യപാന്മാരെ ഉണർന്ന് വിലാപിക്കുവിൻ, വീഞ്ഞ് കുടിക്കുന്നവരെ നിലവിൽപ്പെടുവിൻ, മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു. മദ്യപാനം കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിൽ, ആളുകളുടെ മുമ്പിൽ അവഗണിക്കപ്പെടുക, നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തുക, ഇങ്ങനെയുള്ള ഓരോ തെറ്റുകളാണ് ആ മദ്യപാനം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ പുകവലി കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. അവനവൻ്റെ ശരീരത്തെയാണ്. പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ആ ശരീരം വിശുദ്ധിയോടുകൂടി കാത്തു പരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പം വിശുദ്ധിയോടുകൂടി നമ്മൾ കാത്തു പരിപാലിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. അതുപോലെ സ്ത്രീകൾ, കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികളൊക്കെ ചെയ്യുന്നൊരു വലിയ പാപമാണ് ജഡിക പാപം. ജഡിക പാപം എന്താണെന്ന് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇന്നും ക്രിസ്ത്യൻസായ ആളുകൾ പോലും ജഡിക പാപം എന്താണെന്ന് അറിയില്ലാത്തവരുണ്ട്. ഇന്ന് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മൊബൈലിൽ ആവശ്യമില്ലാത്ത വീഡിയോസ് കാണുക, അതുപോലെ ജഡിക പാപങ്ങളിൽ പെട്ടുപോവുക. റോമ 8:13 പറയുന്നുണ്ട്, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡിക പാപം സ്വയംഭവം ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ മൊബൈൽ വീഡിയോസ് കാണുക, അതിലൂടെ നമ്മൾ തെറ്റ് ചെയ്യുക. നമ്മുടെ പരിശുദ്ധ ആലയമായ നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെതിരെ നമ്മൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ തെറ്റിൽ നിന്ന് പിന്മാറുക. പൂർവാധികം ശക്തിയോടെ, വിശ്വാസത്തോടെ എൻ്റെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്താപിച്ച് എളിമപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. ഒരു ജോലി ചെയ്ത് തീർക്കുന്നത് പോലെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ഉത്തരം കിട്ടില്ല. അത് ചിലർ കടമ തീർക്കാൻ വേണ്ടി 12 മണിയാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും പ്രാർത്ഥന തീർക്കണം എന്ന് കരുതി തീർത്തിട്ട്, എൻ്റെ പ്രാർത്ഥന ഇന്ന് 5-ാം ദിവസമായി, ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കൊന്നും ഉത്തരം കിട്ടില്ല. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അതും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം. ഏത് പ്രാർത്ഥനയ്ക്കും അതിന് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. അതുപോലെ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാവണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിലുണ്ടാവണം. വചനമാണ് ദൈവം. ആ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ. അതുകൊണ്ട് എല്ലാവരോടും, എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവരോടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. വിശ്വസിക്കുക. നമ്മൾ 10 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, നമുക്ക് ഉത്തരം കിട്ടിയില്ല. അവിടെ നമ്മൾ പ്രാർത്ഥന നടത്താതെ പൂർവാധികം ശക്തിയോടെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും.
മദ്യപാനം കൊണ്ടോ ജടിക ഭാവങ്ങൾ കൊണ്ടോ സിഗരറ്റ് വലി, ദുഷിച്ച ചിന്തകൾ, ദുർവിചാരങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ കാണാറുണ്ട് മിക്കപ്പോഴും കുർബാന സ്വീകരണം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവർ പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ കഞ്ഞി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് മറ്റുള്ളവൻ്റെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കാനാണ് ആളുകൾക്ക് ധൃതി. നമ്മുടെ വീട്ടിൽ ഒരു നാല് കഞ്ഞി കുടിക്കാനില്ലായിരിക്കും, എങ്കിലും അടുത്തുള്ളവൻ്റെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്നാണ് ആളുകൾ നോക്കുന്നത്. ആദ്യം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വിശ്വാസത്തോടെ പൂർവാധിക ശക്തിയോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.